വെള്ളാപ്പള്ളി നടേശൻ ആദായ നികുതി കണക്കുകളിൽ വെട്ടിപ്പ് കാണിച്ചെന്ന് എജിയുടെ റിപ്പോർട്ട്. ഒരു വർഷത്തെ കണക്കാണ് പുറത്തു വന്നത്. ഓഡിറ്റ് പരിശോധനയിൽ 2008 കണക്കില്ലാത്ത 55 ലക്ഷത്തോളം രൂപയാണ് കണ്ടെത്തിയത്. അക്കൗണ്ടന്റ് ജനറൽ റിപ്പോർട്ട് പീപ്പിൾ പുറത്തുവിടുകയാണ്. വിവരങ്ങളുമായി സജേഷ് ചേരുന്നുണ്ട് തത്സമയം. സജേഷ്, എങ്ങനെയാണ് ആ വിവരങ്ങൾ വ്യക്തമാക്കുന്നത്? സൗമ്യ, വെള്ളാപ്പള്ളി നടേശനെതിരായ ഓഡിറ്റ് അക്കൗണ്ടന്റ് ജനറലിന്റെ ഓഡിറ്റ് ഒബ്ജക്ഷൻ റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. 2008 ആദായ നികുതി കണക്കുകളുടെ ഓഡിറ്റ് പരിശോധനയിലാണ് AG വളരെ കൃത്യമായി തന്നെ ഈ കണക്കുകളുടെ വെട്ടിപ്പ് സൂചിപ്പിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനും നൽകിയിട്ടുള്ള ആദായ നികുതി കണക്കുകൾ അനുസരിച്ച് അതിൽ 55 ലക്ഷം രൂപയുടെ കണക്കിൽപ്പെടാത്ത സ്വത്തുണ്ടെന്നാണ് AG കണ്ടെത്തിയത്. ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം വെള്ളാപ്പള്ളിയോട് ആരായുകയും ചെയ്തു. വെള്ളാപ്പള്ളിയും മകൻ തുഷാർ വെള്ളാപ്പള്ളിയും ഇക്കാര്യത്തിൽ വിശദീകരണം നൽകി. ഈ വിശദീകരണം AG തള്ളിയിട്ടുണ്ട്. വെള്ളാപ്പള്ളിയുടെയും മകൻ തുഷാർ വെള്ളാപ്പള്ളിയുടെയും വിശദീകരണം അംഗീകരിക്കാനാവില്ല. കണക്കുകളിൽ വെട്ടിപ്പ് നടന്നിട്ടുണ്ട്, അനധികൃതമായ സ്വത്താണെന്നാണ് അക്കൗണ്ടന്റ് ജനറലിന്റെ റിപ്പോർട്ടിലുള്ളത്. ആ അക്കൗണ്ടന്റ് ജനറലിന്റെ റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. വെള്ളാപ്പള്ളി 55 ലക്ഷം രൂപയാണ് 2008 ഓഡിറ്റ് പരിശോധനയിൽ അനധികൃത സ്വത്ത് വെള്ളാപ്പള്ളിക്കുള്ളതായി കണ്ടെത്തിയത്. ഇതിന്റെ കണക്കുകൾ രേഖപ്പെടുത്തിയിരുന്നില്ല. ഈ 55 ലക്ഷം രൂപ തുഷാർ വെള്ളാപ്പള്ളി വിദേശത്ത് കരാർ ജോലി ചെയ്തു, UAE കരാർ ജോലി ചെയ്തു. ആ കരാർ ജോലിയുടെ പണം വെള്ളാപ്പള്ളിക്ക് നൽകിയതാണെന്ന വിശദീകരണമാണ് വെള്ളാപ്പള്ളി അക്കൗണ്ടന്റ് ജനറൽ ഓഫീസിന് നൽകിയത്. എന്നാൽ ആ കാലയളവിൽ തുഷാർ നൽകിയിട്ടുള്ള ആദായ നികുതി കണക്കുകൾ അനുസരിച്ച് തുഷാർ നോൺ റെസിഡന്റ് അല്ല, പ്രവാസിയല്ല, കേരളത്തിൽ തന്നെയാണ് എന്ന തരത്തിലുള്ള കണക്കാണ് തുഷാർ നൽകിയത്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയുടെ വിശദീകരണം അംഗീകരിക്കാനാകില്ല. ഇത് അനധികൃത സ്വത്തായി കണക്കാക്കണമെന്ന് കാണിച്ച് ആദായ നികുതി വകുപ്പിന് അക്കൗണ്ടന്റ് ജനറൽ നടപടിയെടുക്കാനുള്ള ശുപാർശയും നൽകി. എന്നാൽ ആദായ നികുതി വകുപ്പ് ഇക്കാര്യത്തിൽ ഒരു നടപടിയും എടുത്തിട്ടില്ല. ഒരു വർഷത്തെ കണക്ക് മാത്രമാണ് ഈ 55,09,206 രൂപയുടേത്. സമാനമായി മറ്റു വർഷങ്ങളിലും തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. 2008 ഓഡിറ്റ് ഒബ്ജക്ഷൻ റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. സൗമ്യ, ഒരുപക്ഷെ സജേഷ്, ഈ ഒരു റിപ്പോർട്ട് വരുന്നു, അതിനുശേഷം നടപടിയെടുക്കാനുള്ള നിർദ്ദേശം, ശുപാർശ കൂടി വരുന്നു. ഇതിന്റെയൊക്കെ ഒരു ഏത് സമയത്താണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്? അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഇടപെടലിൽ കൂടി ഒരുപക്ഷെ പരിശോധിക്കപ്പെടേണ്ടതല്ലേ? സൗമ്യ, 2006-2007 കാലത്ത് ആദായ നികുതി കണക്കുകളാണ് വെള്ളാപ്പള്ളി നടേശൻ സമർപ്പിച്ചിരുന്നത്. അത് 2008 അക്കൗണ്ടന്റ് ജനറൽ പരിശോധിക്കുന്നത്. ആ പരിശോധനയിൽ 55 ലക്ഷം രൂപ കണക്കില്ലാത്ത പണം കണ്ടെത്തി. ഈ കണക്കില്ലാത്ത പണത്തിൽ വിശദീകരണം ചോദിച്ചു. ഈ വിശദീകരണം വളരെ സമയമെടുത്താണ് വെള്ളാപ്പള്ളി നൽകുന്നത്. ആ വിശദീകരണം തൃപ്തികരമല്ല, നടപടിയെടുക്കണമെന്ന് കാണിച്ച് ആദായ നികുതി വകുപ്പിന് അക്കൗണ്ടന്റ് ജനറൽ റിപ്പോർട്ട് നൽകുകയും ചെയ്തു. സമാനമായി മറ്റു വർഷങ്ങളിലും അക്കൗണ്ടന്റ് ജനറൽ ഓഡിറ്റ് പരിശോധനയിൽ ഒബ്ജക്ഷൻ കണ്ടെത്തിയിട്ടുണ്ടെന്ന സൂചനകളെ തുടർന്നാണ് ഇക്കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചത്. അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ CK വിദ്യാസാഗർ, 2006-2007 വർഷത്തെ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. 2008 AG അത് പരിശോധിക്കുമ്പോൾ 55 ലക്ഷം രൂപയുടെ ആ രീതിയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. പിന്നീട് വിശദീകരണം തേടി, വിശദീകരണം തൃപ്തികരമല്ല. ഈ സാഹചര്യത്തിൽ ആദായ നികുതി വകുപ്പിന് നടപടിക്ക് ശുപാർശ ചെയ്യുകയും ചെയ്തു. സ്വാഭാവികമായും വെള്ളാപ്പള്ളിയുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ ആ വിധത്തിലൊക്കെ ഒരു ഭാഗത്ത് ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു കണക്കായി തന്നെ ഇത് പുറത്തു വരുന്നത്. ഇത് എങ്ങനെയാണ് താങ്കൾ ഇതിനെ വിലയിരുത്തുന്നത്, ശ്രീ CK വിദ്യാസാഗർ? ഞാൻ യാത്രയിലായിരുന്നു. നിങ്ങളുടെ ആദ്യ ഭാഗത്തെ അനൗൺസ്മെന്റ് എനിക്ക് കേട്ടില്ല. അതായത് ഈ മെയിന്റനൻസ് ഗ്രാന്റിന്റെ ആണോ ഈ പറയുന്നത്? 2006-2007 വർഷത്തിൽ ഓഡിറ്റ് പരിശോധനയിലാണ് ആദായ നികുതി കണക്കുകൾ വെട്ടിച്ച് 55 ലക്ഷം രൂപ ഉണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ തുഷാറിനോടും വെള്ളാപ്പള്ളിയോടും ഒരു വിശദീകരണം ചോദിച്ചിരുന്നു. പക്ഷേ ആ വിശദീകരണം തൃപ്തികരമല്ല എന്ന് കണ്ടുകൊണ്ട് ആദായ നികുതി വകുപ്പിന് നടപടിക്ക് ശുപാർശ ചെയ്യുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. ആദായ നികുതി വകുപ്പ് വളരെ ലിബറലാണ് എല്ലാ കാലത്തും അദ്ദേഹത്തോട്. 1999 അദ്ദേഹത്തിന്റെ വസതി റെയ്ഡ് ചെയ്ത് ആദായ നികുതി വകുപ്പ് കുറെ അധികം കണക്കുകളും രേഖകളും എല്ലാം പിടിച്ചെടുക്കുകയുണ്ടായി. അത് പിടിച്ചെടുത്തിട്ട് ആ കണക്കുകളെല്ലാം പരിശോധിച്ച് ഏതാണ്ട് 22 കോടി രൂപ അദ്ദേഹത്തെ അസസ് ചെയ്യേണ്ട, അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മകൻ തുഷാർ വെള്ളാപ്പള്ളിയുടെയും കണക്കില്. ആ കണക്കുകളൊന്നും
ശരിയല്ല, അവര് ശരിയാമണ്ണം ടാക്സ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് 22 കോടി രൂപയാണ് പെനാൽറ്റി ഉൾപ്പെടെ അടയ്ക്കാൻ പറഞ്ഞത്. പക്ഷേ പിന്നീട് അത് 6 കോടി രൂപയാക്കി സെറ്റിൽമെന്റ് കമ്മീഷണറുടെ കോടതിയിലിട്ട് അത് 6 കോടി രൂപയാക്കി അടച്ച് അത് അദ്ദേഹം ആ ബാധ്യതയിൽ നിന്ന് ഒഴിവായതായിട്ടാണ് റെക്കോർഡുകൾ പരിശോധിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ ആദായ നികുതി വെട്ടിപ്പ് എന്ന് പറയുന്നത് അത് വെള്ളാപ്പള്ളി ഗണേശനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു ഫാഷനാണെന്ന് എനിക്ക് തോന്നുന്നു. 99-ലേത് ഇങ്ങനെ റെക്കോർഡ് പ്രകാരം ഞാൻ കണ്ടിട്ടുള്ളതാ. ഇതിപ്പോ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അസസ്മെന്റിനാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല, അതോ ഏതെങ്കിലും സ്ഥാപനത്തിനെ സംബന്ധിച്ചിട്ടാണോ? ഇല്ല, വ്യക്തിപരമായ കണക്ക് തന്നെയാണ്. പേഴ്സണൽ അക്കൗണ്ട് അല്ലേ? വിദ്യാസാഗർ, 2006-2007 വർഷത്തെ പേഴ്സണൽ അക്കൗണ്ട് ആദായ നികുതി കണക്കുകൾ സമർപ്പിച്ചതാണ്. 8/8/2006 ഇത് സമർപ്പിച്ചിട്ടുള്ളത്. അതിലാണ് ഈ 55 ലക്ഷം രൂപയുടെ അനധികൃത സ്വത്ത് ഓഡിറ്റ് ജനറൽ ഓഡിറ്റ് പരിശോധനയിൽ 2008 കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങ് നേരത്തെ സൂചിപ്പിച്ച 99-ലെ റെയ്ഡിന്റെ വിവരങ്ങൾ RTIയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ആ റെക്കോർഡ് ഇപ്പോൾ കാണാനില്ലെന്നാണ് ആദായ നികുതി വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇത് 2006-2007 വർഷത്തെ പേഴ്സണൽ ആദായ നികുതി കണക്കാണ്. 99-ൽ നടന്ന ക്രമക്കേട് സംബന്ധിച്ചിട്ടുള്ള മുഴുവൻ റെക്കോർഡിന്റെയും പകർപ്പുകൾ എന്റെ കൈവശത്തിലുണ്ട്. അത് ആ കാലത്തെ ഞാൻ പരസ്യപ്പെടുത്തിയിട്ടുള്ളതാ അദ്ദേഹത്തിന്റെ ഈ ചെയ്തികളെ സംബന്ധിച്ച് പറഞ്ഞ കൂട്ടത്തില്. പിന്നെ 2006-2007 സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ബിസിനസ് കാര്യങ്ങളെല്ലാം വളരെയധികം വർദ്ധിച്ച ഒരു കാലമാണ്. വർദ്ധിച്ചാണെന്ന് പറഞ്ഞാൽ SNSന്റെയും SNDP-യും തിരികെ എത്താം. അഡ്വക്കേറ്റ് വിദ്യാസാഗർ, തിരികെ എത്താം. ശ്രീ ഷാജി വെട്ടൂരാൻ കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നത്. ശ്രീ ഷാജി വെട്ടൂരാൻ, സ്വാഭാവികമായും 99-ലെ അടക്കമുള്ള കാര്യങ്ങൾ വലിയ ഒരു സംശയത്തിന്റെ നിലയിലൊക്കെ നിൽക്കുകയാണ് ഒരു ഭാഗത്ത്. ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു കണക്ക് എന്ന് പറയുന്നത് 2006-2007 വർഷത്തിലേതാണ്. 55 ലക്ഷം രൂപ ആദായ നികുതി കണക്കുകളിൽ വെട്ടിപ്പ് നടത്തി വെള്ളാപ്പള്ളി കൈവശം വെച്ചിരിക്കുന്നു എന്നതിന്റെ സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഈ റിപ്പോർട്ട് തയ്യാറാക്കപ്പെട്ടതും പിന്നെ നടപടിക്ക് ശുപാർശ ചെയ്യുന്നതും. ഇത്ര വർഷം ഇത്രയേറെ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇവിടെ ശ്രീ വിദ്യാസാഗർ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്നും ഉണ്ടായത് മറ്റൊന്നായിരുന്നില്ല. 202 കോടി അടയ്ക്കേണ്ട സ്ഥാനത്ത് 6 കോടി അടച്ച് പ്രശ്നങ്ങൾ പരിഹരിച്ചതാണ്. ഒരുപക്ഷെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൂടി ഈ ഒരു പശ്ചാത്തലത്തിൽ പുറത്തു വരുമ്പോൾ ശ്രീ ഷാജി വെട്ടൂരാൻ, അത് എനിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ പോക്കാണ്. കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് കണ്ടത് 40,000 വരെ ഇന്ത്യയിൽ 1 കോടി ഇൻകം ടാക്സ് അടയ്ക്കുന്ന ആൾക്കാരേ ഉള്ളൂ. ശരിക്ക് വെള്ളാപ്പള്ളി കഴിഞ്ഞ ഒരു 3-4 മാസത്തിന് മുമ്പ് 169 അപ്പോയിന്റ്മെന്റ്സ് ആണ് കോളേജിൽ നടത്തിയത്. മിനിമം 35 ലക്ഷം രൂപയാണ് പുള്ളി കളക്ട് ചെയ്തത്. അത് പകൽ സത്യമാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ ഈ പകൽ സത്യം നിൽക്കുമ്പോ ഇതൊക്കെ 55 ലക്ഷമൊക്കെ നമ്മൾ ആലോചിക്കുമ്പോ അത് ചെറിയ കാര്യങ്ങളാണ്. അപ്പോ ഈ ശരിക്ക് വെള്ളാപ്പള്ളിയെ എങ്ങനെ BJP സപ്പോർട്ട് ചെയ്യുന്നെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അവിടെ ശ്രീ ഷാജി വെട്ടൂരാൻ, ഏജ് കണ്ടെത്തിയിരിക്കുകയാണ്. ഇത്രയും വലിയ ക്രമക്കേട് നടന്നു, വിശദീകരണം ചോദിച്ചു, വിശദീകരണം തൃപ്തികരമല്ല, നടപടിക്ക് ശുപാർശ ചെയ്യുകയാണ്. പക്ഷെ ഇതൊക്കെ ഓവർകം ചെയ്ത് വെള്ളാപ്പള്ളി ഇന്ന് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അത് നിൽക്കുന്നത് ഇന്നിപ്പോ സ്റ്റേറ്റിൽ നിൽക്കാൻ പറ്റൂല. പണ്ട് ഒരു പുകമറ പോലെ LDF-നെയും UDF-നെയും പറ്റിച്ചുകൊണ്ടിരുന്നു. കാര്യം ഈ വരുമാനം വരുത്താൻ. ഇന്ന് UDF-ഉം LDF-ഉം ഇത് തിരിച്ചറിഞ്ഞപ്പോ BJP-യുടെ അരികിൽ ചെന്ന് നിൽക്കുന്നു. ഇന്ന് വെള്ളാപ്പള്ളിക്ക് ആര് വോട്ട് കൊടുക്കും? ക്രിസ്ത്യൻ സഹോദരങ്ങൾ കൊടുക്കോ? മുസ്ലിം സഹോദരങ്ങൾ കൊടുക്കോ? നായർ സഹോദരങ്ങൾ LDF-ലും UDF-ലും നിൽക്കുന്നവർ കൊടുക്കോ? BJP-യിൽ നിൽക്കുന്നവർ കൊടുക്കുമായിരിക്കും. നമ്മുടെ സമുദായത്തിൽ 96% ആൾക്കാർ ഈ സംഘടനയായിട്ട് ബന്ധമില്ല. കാര്യം 1,30,00,000 ഈ ഈഴവ സമുദായത്തില് SNDP-യിലുള്ള വെറും 25 ലക്ഷം ആൾക്കാരേ ഉള്ളൂ. ട്രസ്റ്റിലാണെങ്കിൽ 1.5 ലക്ഷം ആൾക്കാര്. ഈ രണ്ടിന്റെയും ഇലക്ഷൻ എടുത്ത് പരിശോധിച്ചാൽ 96% ആൾക്കാർ പങ്കെടുക്കാത്ത ഒരു പ്രവണതയാണ് കൊല്ലങ്ങളായിട്ട് കാണുന്നത്. പക്ഷേ നമ്മൾ ഒരു കാര്യം മറക്കരുത്, ഈഴവ സമുദായം വർഗീയതയ്ക്ക് വർഗീയത വളർത്താൻ സമ്മതിക്കില്ല. അതിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട്
ശതമാനം വെച്ച് വെള്ളാപ്പള്ളി വീമ്പടിച്ചുകൊണ്ട് നിന്നിട്ട് ഇന്ന് ചിലപ്പം BJP-ക്കാർക്ക് ആ 2% കിട്ടി അവർക്കൊരു നേട്ടമായിരിക്കും. യെസ്, താങ്കളേക്ക് തിരികെ എത്താം ശ്രീ ഷാജി വെട്ടുരാൻ. അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ താങ്കൾ ടെലിഫോൺ ലൈൻ ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഒരു വലിയ സുപ്രധാനമായ കാര്യം, ഇവിടെ ഏജ് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. നടപടി വേണമെന്ന് നിർദ്ദേശം കൊടുക്കുകയാണ് ആദായ നികുതി വകുപ്പിന്. ഇതൊക്കെ എങ്ങനെ മറികടക്കാൻ, പ്രത്യേകിച്ച് ഒരുപക്ഷെ പഴയ കണക്കുകൾ ഒരുപക്ഷെ ഏതെങ്കിലും വിധത്തിലുള്ള ന്യായീകരണം ഒക്കെ പറഞ്ഞ് മാറ്റി നിർത്താമായിരിക്കും. പക്ഷേ ഇത്രയും ശക്തമായ നിയമങ്ങൾ മുന്നിലുള്ള സാഹചര്യത്തിൽ ഇത് എങ്ങനെ സാധിക്കുന്നു? ഇതൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ അച്ഛനും മകനും എല്ലാം ചേർന്ന് ഡൽഹിയിൽ പോയി BJP ആയിട്ട് നല്ല ബന്ധങ്ങളും ഒക്കെ സ്ഥാപിച്ച് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ എല്ലാം വൃത്തിപകാരമായിട്ടാണ് ശ്രീനാരായണ ധർമ്മത്തെ എല്ലാം ബലികഴിച്ചാണെങ്കിലും വേണ്ടില്ല 15 ബ്ലാക്ക് ചാറ്റും ഒരു ഹെലികോപ്റ്ററുടെ സവാരിഗിരി ഒക്കെ കിട്ടിയാല് മതി എന്ന മട്ടിലല്ലേ ഇപ്പൊ കാര്യങ്ങൾ പോകുന്നേ. ഇതൊക്കെ ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് ഉപകാര സ്മരണ. അതുകൊണ്ട് BJP-ക്ക് 15 ബ്ലാക്ക് ചാറ്റും കഷ്ടപ്പെട്ട് ഒരു സവാരിഗിരിയും കൊടുത്തു. അത്രയല്ലേ ചെലവുള്ളവർക്ക്. രാജ്യത്തിനല്ലേ പോകുന്നുള്ളൂ. വെള്ളാപ്പള്ളിയും കൃഷി ഹെലികോപ്റ്ററിൽ കയറി നടന്ന് വോട്ട് പിടിച്ച് ആകാശത്ത് വോട്ട് പിടിക്കുന്ന നേതാവായില്ലേ. ഇതിലല്ലാതെ എന്താ പറയുക? 2006 കണക്ക് പരിശോധിച്ചിട്ട് നിയമ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിട്ട് 2016 നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിന്റെയൊക്കെ ഉത്തരം മറ്റവിടെ പോയി അന്വേഷിക്കാനാണ്. നമ്മുടെ നിയമവ്യവസ്ഥിതിയെ ഏതെല്ലാം വിധത്തിൽ വളച്ചൊടിക്കാമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. ഇത് തന്നെയാണ് മൈക്രോ ഫൈനാൻസിന്റെ കാര്യത്തിലെ കേസ്. 3 മാസം മുമ്പ് 4 മാസം മുമ്പ് കേസ് ഫയൽ ചെയ്തു VS അത് അന്വേഷിച്ച് റിപ്പോർട്ട് കൊണ്ടുപോയെന്ന് വിജിലൻസിനോട് പറഞ്ഞിട്ടിപ്പോ കഴിഞ്ഞ ആഴ്ചയിലും പോയി വിജിലൻസ് അവധിക്കപേക്ഷ പൂരിപ്പിക്കുകയല്ലേ ചെയ്തത് കോടതിയില്. രമേശ് ചെന്നിത്തലയുടെ പോലീസ് വെള്ളാപ്പള്ളിയുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒത്താശ ചെയ്ത് കൊടുക്കൊണ്ടിരുന്നിരിക്കുന്നതല്ലേ നമ്മൾ കാണുന്നത്. തിരികെ എത്താം ശ്രീ CK വിദ്യാസാഗർ. ഇപ്പോൾ ശ്രീ ബിജു രമേശ് കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ബിജു രമേശ്, നമുക്ക് നേരത്തെ തന്നെ 99 സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇതിപ്പോൾ 2006, 2007 വർഷത്തെ കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ആദായ നികുതി കണക്കുകളെല്ലാം വെട്ടിപ്പ് നടത്തിയിരിക്കുന്നു. 55 ലക്ഷം രൂപ വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന ആ വർഷത്തേത് കാണിച്ച് ഏജ് റിപ്പോർട്ട് നൽകി. അതിൽ തൃപ്തികരമായ വിശദീകരണം ലഭിക്കാത്ത സാഹചര്യത്തിൽ ആദായ നികുതി വകുപ്പിനോട് നടപടിക്ക് ശുപാർശ ചെയ്യുകയും ചെയ്തിരുന്നു AG. ആ ഒരു സാഹചര്യം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്ര വർഷങ്ങൾ പിന്നീട് 2016 എത്തി നിൽക്കുന്നു. ഇതുവരെയുള്ള ഒരുപക്ഷെ നമുക്കറിയാം പല ഇടപെടലുകൾ, വെള്ളാപ്പള്ളിയുടെ പല ഇടപെടലുകളും സംബന്ധിച്ച് വലിയ ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെയൊരു റിപ്പോർട്ടിന്റെ പ്രാധാന്യം, അതോടൊപ്പം തന്നെ ഒരു ശുപാർശയുടെയും പ്രാധാന്യം. ശ്രീ ബിജു രമേശ്, ഇപ്പോ സെൻട്രൽ ഗവൺമെന്റിന് വളരെയേറെ സ്വാധീനമുള്ളൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഇടയ്ക്ക് സ്റ്റേറ്റ് ഗവൺമെന്റുകളിലായിരുന്നു സ്വാധീനം ചെയ്തിരുന്നത്. അതുകൊണ്ട് പല സ്റ്റേറ്റ് ഗവൺമെന്റിലുള്ള പല നടപടികൾക്കും ഈ മാറി വന്ന 2 രാഷ്ട്രീയ കക്ഷികളും ഈ വോട്ട് ബാങ്കിനെ ഭയന്നിട്ട് വെള്ളാപ്പള്ളി നടേശൻ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം കാണിക്കുന്ന അഴിമതിയും ഇവിടെ നടത്തുന്ന ഈ ഫെസ്റ്റുകളിൽ കംപ്ലീറ്റ് കോടിക്കണക്കിന് രൂപ കൊണ്ടുപോകുന്നു ഒക്കെ എല്ലാവരും കണ്ണടച്ച് ഇത് ചെയ്യായിരുന്നു. അതിനൊക്കെ ഉപരി ശാശ്വതാനന്ദ സ്വാമിയായിട്ടുള്ള കൊലപാതകം അടക്കമുള്ള കേസ് അന്വേഷണത്തിന് മുന്നോട്ട് പോകാത്ത ഒരവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ ആര് എന്ത് ചെയ്താലും രാഷ്ട്രീയപരമായി വെള്ളാപ്പള്ളി നടേശന് പൂർണ്ണമായി പിന്തുണ കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. ഇപ്പൊ ഇരിക്കുന്ന ഹോം മിനിസ്റ്റർ ആയിക്കോട്ടെ, അദ്ദേഹം വെള്ളാപ്പള്ളി നടേശന്റെ ട്രാൻസ്ഫർ പോസ്റ്റിംഗ് പോലും ഇപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതനുസരിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇതൊക്കെ ജനങ്ങളും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരും നിരീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ ഈ ശക്തമായി വെള്ളാപ്പള്ളി നടേശനെ എതിർക്കുന്നതിന് ഒരു ശ്രീ ബിജു രമേശ്, നമുക്കറിയാം ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട് ഒരു സാധാരണക്കാരന് പോലും നേരിടേണ്ടി വരുന്ന നൂലാമാലകൾ, നിയമത്തിന്റെയൊക്കെ ഒരു നൂലാമാലകൾ എത്രത്തോളമാണെന്ന് അറിയാം. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ വലിയ സുപ്രധാനമായ ഒരു റിപ്പോർട്ട് AG നൽകുന്നു. അത് ആദായ നികുതി വകുപ്പിന് നടപടിക്ക് ശുപാർശ നൽകുന്നു. ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഒരു പൊതുപ്രവർത്തകനായി നിന്നുകൊണ്ട് ഒരു സമുദായത്തെ പോലും പ്രതിനിധീകരിക്കുമെന്ന് അവകാശപ്പെടുകയാണ് അദ്ദേഹം. ഈ ഒരു സാഹചര്യത്തിൽ ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഈ AG-യുടെ റിപ്പോർട്ട്, നടപടിക്കുള്ള ശുപാർശ, അതൊക്കെ എങ്ങനെയാണ് ആ വിധത്തിൽ പരിശോധിക്കേണ്ടത്? ഇപ്പൊ നേരത്തെ കാലങ്ങളിലാണ് ഈ കോൺഗ്രസ് കേരളം ഇന്ത്യയെ ഭരിച്ചിരുന്നത്. കോൺഗ്രസിന് അദ്ദേഹം സമ്മർദ്ദം ചെലുത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന ഇൻകം ടാക്സ് ആയാലും സാധാരണക്കാരനെ മാത്രമേ സാധാരണ ബിസിനസ്സുകാരെ സാധാരണക്കാരെ മാത്രമേ ഉദ്ധരിക്കുന്നുള്ളൂ. ഇതുപോലുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു പരിധി തുടരാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ആണ് ഇത്രയും നാൾ ഭരിച്ചിരുന്ന സെൻട്രല്. ആ കോൺഗ്രസിന്റെ സമ്മർദ്ദങ്ങൾ തുടങ്ങിയിട്ട് വളരെ
ആ സമ്മർദ്ദങ്ങളൊക്കെ ശ്രമിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോ മറ്റ് പല കേസുകളും കടുത്തു വരുമ്പോൾ അത് ജയിലിൽ പോകേണ്ട ഒരു അവസ്ഥ എത്തുമെന്ന് കണ്ടപ്പോഴാണ് പുതിയ രാഷ്ട്രീയ ചുവടുവെപ്പ് മാറ്റവും പുതിയ പാർട്ടി രൂപീകരണവും ഒക്കെ ആയിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഈ പറയുന്ന 55 ലക്ഷം രൂപയുടെ അഴിമതിയൊന്നുമല്ല അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ അതിനകത്തൊന്നുമില്ല, ഒരു ടീനാക്സ് പോലെ ഉള്ളൂ, ചെറിയൊരു കാര്യമുള്ളൂ. അദ്ദേഹം ഒരു വർഷം തന്നെ ഈ ട്രസ്റ്റിനകത്ത് നടത്തുന്ന 60 കോടി രൂപയ്ക്ക് മുകളിലാണ് ഓരോ വർഷവും ഈ കുറഞ്ഞ അഴിമതി നടത്തുന്നത്. അപ്പൊ ആ പൈസ എവിടെ പോകുന്നു എന്നുള്ളത് ഒന്നും ഇതുവരെയും സമയപരിമിതി മൂലം ഇടപെടുകയാണ്. വളരെ നന്ദി ശ്രീ ബിജു രമേശ്. ഒപ്പം തന്നെ അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ, ഷാജി വെട്ടൂരാൻ ഈ അവസരത്തിൽ നമ്മോട് സംസാരിച്ചതിന്. ജൈവ കൃഷിയിൽ മാതൃകയായി ഒരു ഗ്രാമം. തിരുവനന്തപുരം നന്ദിയോട് ഭൂരിഭാഗം വീടുകളും ജൈവകൃഷിയാൽ സമ്പന്നമാണ്. 95% വീടുകളിലും ഇവിടെ പുരയിട കൃഷിയുണ്ട്. കൃഷി ഓഫീസർ ജയകുമാറാണ് നന്ദിയോട്ടെ ജനങ്ങളെ ജൈവകൃഷിയിലേക്ക് തിരിച്ചുവിട്ടത്.